ഓക്കെ. ഇതും അതുപോലെ തന്നെ നോക്കി, ഇത് ഓപ്പൺ കോയിൽ, അറിയാൻ പാടില്ലാത്തൊരു ശ്രദ്ധിച്ച് ഓപ്പൺ കോയിൽ, ഇത് ക്ലോസ്ഡ് കോയിൽ. നമുക്ക് എടുക്കാൻ അതിൽ പറഞ്ഞേക്കണ കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇന്നർ ഡൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഔട്ടർ ഡൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണത്തിൻ്റെ ഡൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ്, അതിൻ്റെ തന്നെ നമ്പർ ഓഫ് ടേൺസ്, പിന്നെ ഇതിൻ്റെ ലെങ്ത്ത്, എന്തൊക്കെയാണ് മെഷർമെൻറ്റ്സ് പറഞ്ഞേക്കണം അതെല്ലാം വെർനിയർ കാലിപ്പർ വെച്ച് മെഷർ ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുക. വെർനിയർ കാലിപ്പറിൽ റീഡിങ് എടുക്കണം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ റീഡിങ് എടുത്തുകൊണ്ട് ഒരു കാര്യമില്ല, കാൽക്കുലേഷൻ മൊത്തം തെറ്റും കേട്ടോ. ഇന്നർ ഔട്ടർ ആ നമ്പർ ഓഫ് ടേൺസൊക്കെ എടുത്ത് നോക്കും. വെർനിയർ എല്ലാവർക്കും റീഡ് ചെയ്യാൻ അറിയാവുന്ന. ഇനി പറയുകയാണെങ്കിൽ ഈ ഓപ്പൺ കോയിൽ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കും. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ എയർ ടൈറ്റ്, ഇനി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കും. ഇപ്പോൾ എയർ ടൈറ്റ് ആയിട്ടുണ്ട്, പിന്നെ അറിയാമല്ലോ അവിടെ നിന്ന് കമ്പി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് പമ്പ് ചെയ്യും. പമ്പ് ചെയ്ത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഈ നമ്മൾ റീഡിംഗ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഇത് എത്രയും മതി. ഇതിങ്ങനെ വെറുതെ കറക്കി ഊരി എടുക്കുകയൊന്നും വേണ്ട. ടൈറ്റായതിൽ നിന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഡയൽ നോക്കുക, 0 തൊട്ട് 20 വരെ ഉണ്ട്. ഇതിൽ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.1 കിലോമീറ്റർ. ഒരു ഡിവിഷൻ ഞാൻ ശ്രദ്ധിച്ചോ, ഇതാണ് ഒരു ഡിവിഷൻ. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിപ്പോകും. ഇതിൻ്റെ ഉള്ളിലൊരു വരയുണ്ട്, കാണാമല്ലോ എല്ലാവർക്കും. ഇതാണ് എന്ത്, ഒരു ഡിവിഷൻ, അതായത് 0.1 കിലോമീറ്റർ ഉണ്ടല്ലോ. ഇതാണ് കേട്ടോ, തെറ്റി പോകരുത്. ഈ വരയിൽ ഇതാണ് ഒരു 1 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ആ 0യിൽ നിന്ന് എത്ര ഡിവിഷൻ പൊന്തുന്നുണ്ടെന്ന് നോക്കുക. 3 ഡിവിഷനാണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് ചെയ്യുന്നത്, ടാബുലർ കോളം ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഡിഫ്ലക്ഷൻ്റെത് മില്ലിമീറ്ററിലും, ഇത് ലോഡ്. ഇപ്പോൾ ഡിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു, 2, 4, 6, 8, 10 കണക്ക്. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇരിക്കുന്ന സ്കെയിലില്ലേ, സ്കെയിലിൽ മെഷർമെൻറ്റ്സ് വരുന്ന സ്ഥലം വരെ എത്തണം. ഈ നീഡിൽ മെഷർമെൻറ്റിൽ എത്ര വേണം. ആ സമയത്ത് ഈ 15 വരെ എത്തുമ്പോൾ ഈ നീഡിൽ കുറച്ച് പൊന്തി വന്നെന്ന് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം, നമ്മൾ ആ നീഡിൽ എവിടെ നിൽക്കണം അത് നമ്മൾ 0 ബേസായിട്ട് എടുക്കുക, 0 എടുക്കുക, അത്ര പ്രശ്നമുള്ളൂ. തിരിച്ചതുപോലെ തന്നെ ഇതിൽ മൂവ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഇത് 15 കൂടുതലായി പോയി നിൽക്കണം എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യണം, അതാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യേണ്ട 0 എന്നത്. അവിടെ നിന്ന് 2 മില്ലിമീറ്റർ എടുത്തേക്കുക. അപ്രോക്സിമേറ്റ് പറഞ്ഞതാണ് ഒരു എന്താ 2 മില്ലിമീറ്റർ ഈ സ്പ്രിങ് കംപ്രസ് ആവണമെങ്കിൽ 0.2 കിലോമീറ്റർ ലോഡ് വേണ്ടി വരും. അതിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ മെഷീൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എറർ കൊണ്ട് സംഭവിക്കുന്ന 1, 2 വ്യത്യാസം വരികയാണ്, കുഴപ്പമില്ല. ആദ്യം 3 വന്ന്, പിന്നെ 5, 7 അങ്ങനെ വന്ന് ആണെങ്കിൽ കിട്ടണ എഴുതി വെച്ചാൽ മതി. നമുക്ക് ഇതുപോലെ തന്നെ 6 റീഡിങ് എടുക്കുക. അറിയാലോ, ഓപ്പൺ ഇവിടെയും വെക്കും, ക്ലോസ് ഇതിലും വെക്കും. സ്പ്രിങ് നിങ്ങൾ ശ്രദ്ധിക്കുക, 2 മില്ലിമീറ്റർ ആണ് കേട്ടോ. 2 മില്ലിമീറ്ററിൽ വരുമ്പോൾ ഉള്ള ഇതാണ്. ഓക്കെ.